എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക്, ഹണ്ട്, ബ്രൊമാൻസ്, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, നമിത പ്രമോദ്, ബേസിൽ, അനിക തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൈനാപ്ലയാണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. റിലീസ് തീയതി വ്യക്തമല്ല. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദിനാസരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ശ്രീകാന്താണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് അയറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് അയറിൻ അറേബ്യ. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് മോശം അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് അയറിൻ അറേബ്യയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ആൻഡ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സത്യരാജ്, ജയ്, യോഗി ബാബു ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമ ഇന്ന് സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസനക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സ്വന്തമാക്കിയത്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് രാമചന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് OTT വിറ്റുപോയിരിക്കുന്നത്. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡ്രാഗൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ സിനിമയായിരുന്നു ഡ്രാഗൻ. ഇതൊരു തമിഴ് സിനിമയാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ലവ് ടുഡേ സിനിമയിലെ നായകനാണ് ഡ്രാഗനിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡ്രാഗൻ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസായിരിക്കുന്നത്. മലയാളം വെർഷൻ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് റിംഗ് റിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഒരു കോമഡി മൂവിയാണ് റിംഗ് റിംഗ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്ന് ആഹാ തമിഴിലാണ് സിനിമയുടെ OTT റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നിലാവ് മേൽ എന്നടി കോപം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മാത്യു തോമസ്, അനിക, ധനുഷ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ് ഭാഷയിൽ മാത്രമേ സിനിമ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗോകുൽ സുരേഷ്, മമ്മൂട്ടിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിൽ തന്നെ സർപ്രൈസ് ആയിട്ട് ആമസോണിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമയ്ക്ക് കാത്തിരുന്നവർക്ക് സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും ഹണ്ട് സിനിമയുടെ OTT റിലീസ്. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഹണ്ട് സ്വന്തമാക്കിയത്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബ്രൊമാൻസ് സ്വന്തമാക്കിയത്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ, കലാപൻ ഷാജോൺ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ബ്രൊമാൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിൽ തന്നെ റിലീസുണ്ട്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്ന സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി. ഇപ്പോഴിതാ ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസിന് ഒരുങ്ങുകയാണ്.
മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിൽ സർപ്രൈസ് ആയിട്ട് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. ഈ മാസം ഇനിയും ഒരുപാട് സിനിമകൾ OTTയിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ് വേഗത്തിൽ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.